എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട പഴയ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട്, അതായത് എല്ലാവരും ഒന്ന് കുറച്ച്, അതായത് നമ്മളൊന്ന് മുതിർന്നവർ, കുട്ടികൾക്കാണെങ്കിൽ അതെ, മുതിർന്നവർക്കൊക്കെ, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് വളരെ നൊസ്റ്റാൾജിയായിട്ട് ഉള്ള ചില ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇതിപ്പോൾ മെയ് മാസമായി. ഇപ്പോൾ മെയ് മാസം പകുതിയും കഴിഞ്ഞു, ഇനിയിപ്പോൾ ജൂൺ മാസം ആവാനായി. അപ്പോൾ ജൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു നാട്ടിലൊക്കെ, നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഒരു ഓർമ്മ വരുന്നത് ആ ഒരു സ്കൂൾ തുറക്കുന്ന ആ ഒരു കാലം. അപ്പോൾ മെയ് മാസത്തിൽ നമ്മൾ, അതായത് ഏപ്രിൽ മെയ് 2 മാസത്തെ ആ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ആ സമയത്തെ കളികളും കാര്യങ്ങളും എല്ലാം ഒക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറക്കുന്ന ഒരു ഇതായി. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ 2 മാസത്തെ ഒരു എല്ലാവരും, അത് വീട്ടിൽ തന്നെ ഉള്ള കാര്യമാണല്ലോ, നമ്മളൊരു എങ്ങോട്ടും പോകണ്ടല്ലോ, കുട്ടികളാവുന്ന ആ ഒരു സമയത്തെ കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ള ആ ഒരു ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ സ്കൂൾ അതിന് മുന്നേ ഇപ്പം നമ്മൾ ആ ഒരു മെയ് മാസം ഒരു പകുതിയോട് കൂടി അപ്പം ഞാൻ പഠിച്ചിരുന്ന ആ ഒരു കാലത്തെ ഓർമ്മയൊക്കെ അതാണല്ലോ അപ്പം എനിക്ക് പറയാൻ കഴിയാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞു, ഏപ്രിൽ അങ്ങനെ വിഷു കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെയുള്ള കളികളും കാര്യങ്ങളും, അങ്ങനെ വേനൽക്കാലം തന്നെയാണ്, നല്ല വേനൽക്കാലമാണ്. അത് കഴിഞ്ഞ് മെയ് മാസമൊക്കെ ആവുന്നതോട് കൂടി ചില ഒരു പകുതി ആവുന്നതോട് കൂടി പൊതുവെ ഒരു ഇടയ്ക്കൊരു വേനൽ മഴയുണ്ട് ആ ഒരു മെയ് മാസത്തിൽ, അത് പതിവാണ്. അതൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചക്ക മാങ്ങ എന്നും പറഞ്ഞാൽ അങ്ങനെ അന്നും ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ടെലിവിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി നമ്മൾ പറ്റ പഴയ രൂപത്തിലല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ആ കളികളും ഉണ്ട്, ഇതുപോലെ ടി വിയിൽ സിനിമകളിൽ കാര്യങ്ങളായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സ്കൂൾ പോക്ക്. അപ്പോൾ ആക്ച്വലി മെയ് ഒരു പകുതി ആവുന്നതോടുകൂടി, മുമ്പൊക്കെ വെച്ചാൽ അന്നും ഉണ്ട് ചെറിയ തോതിൽ ട്യൂഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് മെയ് മാസം കഴിഞ്ഞാൽ ആ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ പിറ്റേത്തെ വർഷത്തേക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ തയ്യാറെടുപ്പുകളൊക്കെ ആയി. അങ്ങനെ ട്യൂഷന്റെ രീതികളും അന്നും ഉണ്ട്. പിന്നെ ഇപ്പൊ പ്രധാനം വെച്ചാൽ തന്നെയാണ് നമുക്ക് പിന്നെ ഒരുക്കങ്ങളാണ്. അതാണ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോഴും അതിങ്ങനെ നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ. അപ്പൊ ഇപ്പോ ഇനി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു കുട്ടികൾക്ക് അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ത്രില്ല്. അപ്പൊ ഞങ്ങളെങ്ങനെ വെച്ചാല്, അപ്പൊ ഞാൻ ഒരു മെയ് മാസം പകുതി കഴിഞ്ഞു. അപ്പൊ അതോടുകൂടി നമുക്ക് പിന്നെ പുസ്തകങ്ങളാണ്. അപ്പൊ ഓരോന്ന് ഒരുക്കലാണല്ലോ. അപ്പൊ ഓരോന്നിനുള്ള എനിക്ക് പിന്നെ എങ്ങനെ വെച്ചാൽ അതിന്റെ മുമ്പേ ഈ എന്തെങ്കിലും ഒരു ഉത്സവമാണെങ്കിലും ആഘോഷമാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അതിന്റെ മുമ്പേ ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നത് പൊതുവെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ. അല്ലാതെ ആ ഒരു സമയം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല, അതിന്റെ മുമ്പേ തുടങ്ങും ഒരുക്കങ്ങൾ. അപ്പൊ ആ ഒരുക്കങ്ങളെ ഭാഗം ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, അപ്പോൾ പുസ്തകങ്ങൾ അന്ന് എന്താ വെച്ചാൽ, അന്നും നമുക്ക് അന്നത്തെ പുസ്തകങ്ങളൊക്കെ അറിയാലോ, പഴയ കാലത്തെ ഒരു കേരള പാഠാവലി അങ്ങനെയൊക്കെയുള്ള ഓരോ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ പുസ്തകങ്ങൾ. അപ്പോൾ അത് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ നമ്മൾ സിലബസ് കാര്യങ്ങളൊക്കെ മാറുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ആ ഒരു പുസ്തകങ്ങൾ, അപ്പോൾ അത് നമുക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പുസ്തകങ്ങൾ കിട്ടിയിരുന്നു അന്നും എൻ്റെ ഓർമ്മയിൽ. പിന്നെ ചിലത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് കുറച്ച് മുതിർന്ന ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേക്ക്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരുന്നു. അപ്പൊ അതിനോട് മുന്നേ ആയിട്ട് ആ പുസ്തകം വാങ്ങൽ, അതാണ് ആദ്യത്തെ ഒരു ഇത്. എന്നാൽ നല്ല പുത്തൻ പുസ്തകങ്ങളാണല്ലോ, അത് വാങ്ങൽ കാര്യങ്ങൾ അങ്ങനെയുള്ളതായി. അതിനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ അത് വാങ്ങാൻ പോകുന്നു. നമ്മൾ ചിലപ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ പുസ്തകം വന്നു അറിയുമല്ലോ, അങ്ങനെ പതിവുണ്ടായിരുന്നു. അപ്പൊ പുസ്തകം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പുതിയ പുസ്തകം വാങ്ങി വരില്ല. അപ്പൊ ആ പുസ്തകമൊക്കെ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കുകൾ, ചെറിയ ക്ലാസ്സിലേക്കാണെങ്കിൽ അന്നത്തെ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വാങ്ങി വന്ന് പിന്നെ അതിന് നമുക്ക് പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ പൊതിയലാണ്. ആ പുസ്തകം പൊതിയലുണ്ടല്ലോ, അത് ആ പൊതിയാൻ തന്നെ പ്രത്യേക ചില രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പുസ്തകം പൊതിയാനുള്ള കടലാസുകൾ, പേപ്പർ അതൊക്കെ തയ്യാറാക്കി വെക്കണം. ഞാൻ പിന്നെ എന്ന് വെച്ചാൽ കൂടുതലും പൊതിഞ്ഞിരുന്നു അന്ന് വീട്ടില്. ഈ നമ്മൾ വിദേശ നിന്നൊക്കെ വരുന്ന തരത്തിലുള്ള മാഗസിൻസ് ഒക്കെ വാങ്ങുന്നുണ്ട്, ഈ ജർമ്മൻ ന്യൂസ് പോലുള്ള. അതിനൊക്കെ നല്ല പേപ്പറായിരിക്കും.
നല്ല നല്ല ഭംഗിയുള്ള പേപ്പറും നല്ല ഫോട്ടോസ് ആയിരിക്കും, നല്ല ക്വാളിറ്റിയിലാണ് ഒക്കെ വരുന്നത്. അപ്പൊ അതുപോലെയുള്ള അതാണ് കൂടുതൽ പൊതിയാൻ. അത് അതിന്റെ പഴയത് നമ്മൾ വീട്ടിൽ ഒക്കെ ഇവരൊക്കെ വായിച്ച് ആവശ്യം കഴിഞ്ഞ് നമ്മൾ എടുത്തു വെക്കുന്നത് ഉണ്ടാവുമല്ലോ, അതിന്ന് എടുത്തിട്ട് പൊതിയും. അപ്പൊ നല്ല രസമാണ്, നല്ല ഇതായിട്ട് നിൽക്കും. അപ്പൊ സ്കൂളിൽ കൊണ്ടുപോയാലും അങ്ങനെ തന്നെയാണ്, എല്ലാവരും നല്ല ശ്രദ്ധിക്കും അത്. അതിന്റെ ഒരു അത്രയും നല്ല ഫോട്ടോസ്, നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസാണ് ഉണ്ടായിരിക്കുക അതിൽ. അപ്പൊ അതൊക്കെ ആ ഒരു പേപ്പറൊക്കെ അങ്ങനെ തന്നെ, അതാണ് കൂടുതലും പൊതിയാൻ. അല്ലാതെയുള്ള നമ്മൾ ഈ ബ്രൗൺ കളറിലുള്ള പേപ്പറുകളൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ അല്ല ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് അത് വീട്ടിലുള്ള ഈ ഒരു തന്നെ മാഗസീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ സിനിമാ മാസികളൊക്കെ വാങ്ങലുണ്ട് അന്ന് വീട്ടിൽ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പൊതിയാൻ ഉപയോഗിക്കല്. അപ്പം പൊതിയല് അങ്ങനെ അതിനൊക്കെ അപ്പൊ ആ പൊതിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നോട്ട്ബുക്ക് വാങ്ങുന്നത് വെച്ചാൽ അതും ഇതേപോലെ അന്നത്തെ നമ്മൾ സ്കൂളിൽ ഒരു പിന്നെ അത്ര അധികം വില ഉണ്ടാവില്ല. ഒരു പലതരത്തിലുള്ള പേര് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല, കൈരളി എന്നോ അങ്ങനെ എന്തൊക്കെ പല പേരുകളിലൊക്കെ വരുന്ന തരത്തിലാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ നോട്ട്ബുക്കുകൾ വന്നിരുന്നു, വരള്ളതും വരല്ലാത്തൊക്കെ ആയിട്ട് ഭയങ്കര കട്ടിയുള്ളൊരു ചട്ടയൊക്കെ ആയിട്ട്. അപ്പൊ അത് വാങ്ങും. അതിന് സാധാരണ നോട്ട്ബുക്കിന്റെ അത്ര വില വരും ചെയ്യില്ല. അപ്പൊ അത് സ്കൂളിൽ നിന്ന് തന്നെയൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നോട്ട്ബുക്ക് വാങ്ങല്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നോട്ട്ബുക്കുകൾ, പലതരത്തിലുള്ള നോട്ട്ബുക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ വാങ്ങി റെഡിയാക്കില്ല. അതിന്റെ ആ ഒരു പുത്തൻ ആ ഒരു കടലാസിന്റെ വാസന, അത് തന്നെ അങ്ങനെ നല്ല രസമാണ്. അപ്പൊ അത് കൊണ്ടുവന്നു, അതും ഇതേപോലെ പൊതിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുന്നു. അപ്പൊ ഈ സ്കൂളിലേക്ക് പോകുന്നതിന്റെ ആ ഒരു ഈ പറഞ്ഞില്ലേ 15-ാം തീയതി മുതൽക്ക് ജൂൺ 1 ഉള്ളിലുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്ക്. അതാണല്ലോ അപ്പൊ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, സ്കൂൾ തുറന്ന ശേഷമുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. അപ്പൊ അപ്പൊ അങ്ങനെ ഈ പുസ്തകം കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിന്റെ കാര്യങ്ങൾ ഏകദേശം അവിടെ ഓക്കെ. അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ടെക്സ്റ്റ് ബുക്കിന് മറ്റൊരു പതിവ് കൂടി ഉണ്ട്. നമ്മളിപ്പോ ഇപ്പൊ 2ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 3ാം ക്ലാസ്സിലേക്ക് പോവാന്നുണ്ടെങ്കിൽ 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോയവരുണ്ടായിരിക്കും. അവരെ പഴയ പുസ്തകങ്ങളുണ്ടല്ലോ, അത് വാങ്ങുന്ന ഒരു രീതിയും പണ്ടുണ്ട്. അപ്പോൾ അതിന്റെ മുമ്പേ ഒക്കെ അറിയാം നമുക്ക്, നാട്ടിൽ തന്നെയുള്ള അതിന്റെ നേരെ മുമ്പ് പഠിച്ചവരുടെ ആയതിന്റെ ഒക്കെ പറഞ്ഞു വെച്ച്, അപ്പൊ അതിന് അവർക്ക് ഒരു ചെറിയ എന്തെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യും, ഈ പഴയ പുസ്തകം ആണെങ്കിലും. അപ്പൊ അങ്ങനെ പതിവ് അന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പേ ഇത് വാങ്ങി നമുക്ക് പ്രിപ്പറേഷൻ പിറ്റേത്തെ വർഷം പഠിക്കാനുള്ളതിന്റെ ആ ഒരു ഒരുക്കങ്ങൾക്കൊക്കെ പറ്റും ഈ ഒരു ഇങ്ങനെ പഴയ പുസ്തകം ഉപയോഗിക്കുമ്പോൾ. നമുക്കൊരു പഴയ പുസ്തകം ഉപയോഗിക്കുന്ന രീതിയായി. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയുണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന കാര്യത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ സ്ലേറ്റ്. ആ സ്ലേറ്റ് ഉള്ള കാലത്തെ കാര്യങ്ങൾ, സ്ലേറ്റ്, പെൻസില്, പിന്നെ നമുക്ക് പേന, സ്ലേറ്റും പെൻസില് വേണം, പേന വേണം. പിന്നെ നമുക്ക് അത് മായ്ക്കുന്ന ആ ഒരു റബ്ബർ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ പെൻസിലിന്റെ ആ ഒരു കട്ടർ ഉണ്ട്, നമ്മളിങ്ങനെ തിരിച്ച് അത് കൂർപ്പിക്കുന്ന കട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെ അതിന്റെ മറ്റ് ആക്സസറീസ് നമ്മൾ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് വേണ്ട. അപ്പൊ ആ കാര്യങ്ങൾ അതൊക്കെ തൊട്ടടുത്തുള്ള അന്നും ഉണ്ട് ചെറിയ ചെറിയ കടകളാണെങ്കിൽ. ചിലത് ഈ ഒരു അത്യാവശ്യം സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അന്ന് മഞ്ചേരി ടൗണിലേക്കൊന്നും വരുന്നത്, ഇപ്പൊ ഞങ്ങൾ പന്തലൂർ നിൽക്കുമ്പോഴത്തെ കാര്യമാണ്. അപ്പൊ അവിടുത്തെ ആ കടയിൽ അത്യാവശ്യം തിരക്കില്ലാത്ത സ്റ്റോക്കൊക്കെ ഉള്ള കടകളുണ്ട്, അവിടുന്ന് അതൊക്കെ വാങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങല്. പിന്നെ അതാണ് അത്തരം ഒരുക്കങ്ങളായി. ഈ അതിന് വേണ്ട. പിന്നെ വരുന്നത് നമുക്ക് അടുത്ത് ചിലപ്പോ പെൻസിലും സ്ലേറ്റും കട്ടർ, പിന്നെ റബ്ബർ, മായ്ക്കുന്ന റബ്ബർ, അത് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയി. അതിന് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത് കൊട, പിന്നെ വാട്ടർ ബോട്ടിൽ. പിന്നെ അന്നത്തെ ഒരു കാലത്ത് ഒരു പ്രത്യേക ഷേപ്പൊക്കെ ആയിട്ടുള്ള നമ്മൾ ഈ കുടത്തിന്റെ ഒക്കെ പോലെ പല തരത്തിലുള്ള ഷേപ്പുള്ള വാട്ടർ ബോട്ടിലുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ തരത്തിൽ ഇപ്പൊ ഈ സ്റ്റീല് പോലെ ഇന്ന് കാണുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല, വേറെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ നീല കളറിലൊക്കെ വന്നിരുന്ന ഓർമ്മയുണ്ട്, നീല ചോപ്പ് കളറിലൊക്കെ. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ അതിനൊരു വള്ളി പോലെ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും അങ്ങനെ. പിന്നെ നമ്മള് ഇത് കൊട പിന്നെ അന്നത്തെ ആ ഒരു കാലത്ത് നമ്മൾ അതിന്റെ മുമ്പ് വെച്ചാൽ ഈ കൊട ഏകദേശം ഒരു കൊട ഇപ്പൊ നമുക്ക് സ്കൂളിൽ പോകുന്നവർക്ക് മാത്രമല്ലല്ലോ. അപ്പൊ ഒരു 15-ാം തീയതി എന്നല്ല, ഏകദേശം ഒരു മെയ് മാസം ആവുന്നതോടുകൂടി തന്നെ, അന്നത്തെ കാലത്ത് അങ്ങനെ അറിയാൻ കഴിയുള്ളൂ, മെയ് മാസം ആവുന്നതോടുകൂടി തന്നെ ഉണ്ടാവും. നമ്മൾ ഈ റേഡിയോയിലൊക്കെ രാവിലത്തെ നമ്മളെ വാർത്തയൊക്കെ പ്രാദേശിക വാർത്തകൾ ഉണ്ട്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പുണ്ടായിരിക്കും ഈ കൊടേന്റെ പരസ്യങ്ങളാണ് പണ്ട്. മഴ മഴ മഴ, കൊട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരസ്യം ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അന്ന് പലതരത്തിലുള്ള കൊടകൾ, സൂര്യമാർക്ക് കൊടകൾ, അങ്ങനെ പലതും ഉണ്ട്, മാൻമാർക്ക് ഒക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കൊടകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കൊടകൾ പിന്നെയൊക്കെയാണ് നമുക്ക് പോപ്പി അങ്ങനെയൊക്കെയുള്ള കൊടകളൊക്കെ ആയി. അങ്ങനെ പലതരത്തിലുള്ള കൊടകൾ
അപ്പോൾ അതും അതെ ഒക്കെ കാര്യമായിട്ട് ഈ നമ്മളൊരു കോട്ടൺ ടൈപ്പിലുള്ളൊരു ശീലമായിട്ടുള്ള, പിന്നെ അത് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ് ആ കുട. പിന്നെ പോളിസ്റ്റർ ടൈപ്പിലുള്ള കുടകൾ അതും ഉണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഇങ്ങനെ കോട്ടൺ ടൈപ്പുള്ളായിരുന്നു. അപ്പൊ അത് ഉണങ്ങാനുള്ള പ്രയാസം കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ മഴ ഉണ്ടായിരിക്കും, ആ മഴ കൊണ്ടുപോയാൽ പിന്നെ അത് സ്കൂളിൽ വെക്കല്, അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ആ കുടയ്ക്കുണ്ട്. പിന്നെ അത് അത്യാവശ്യം വലിപ്പമുള്ള കുടകളുമാണ്. അന്ന് അങ്ങനെയുള്ള അന്നത്തെ കുടകളൊക്കെ അത്യാവശ്യം നല്ല കാലും ഒക്കെ പലതരത്തിലുള്ള കാലുകളുണ്ട്. പിന്നെ അതിലൊക്കെ ഡിസൈൻ ഓരോന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണല്ലോ ഈ ടെക്നോളജി വരുന്ന പോലെ തന്നെ. അപ്പൊ ഇതിങ്ങനെ പിന്നെ മാറി പല തരത്തിലൊക്കെ ആയി കുടകൾ, നല്ല ഭംഗിയുള്ള തരത്തിലുള്ള കുടകളായി. പിന്നെയാണല്ലോ നമുക്ക് ഷേപ്പ്, അതിന്റെ വലുപ്പം, സൈസ് കുറഞ്ഞ് 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 നാനോ കുടകൾ എന്ന് വരെ വന്ന രൂപത്തിലായി. എപ്പോഴും നമുക്ക് ആ സൈസ് കുറഞ്ഞ ഇപ്പൊ ഉപയോഗിക്കുന്ന ആ ഒരു അതന്നെയാണ് ഏറ്റവും കംഫർട്ട്. ഈ വലിയ കുടകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അന്നൊക്കെ നമ്മളത് ഗതികെട്ട് കൊണ്ടുപോകാന്ന് പറയില്ല, ഒരു നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് പൊതുവേ ഞാൻ ഈ കുട എടുക്കാൻ ഭയങ്കര മടിയുള്ള ആളുമാണ്. ഇതിന്റെ ഒരു ഇതെങ്ങനെയാ വെച്ചാല്, ഈ കുടേന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആ കുടേന്റെ ഇതിനിട്ട് ഓർമ്മ കൂടിയും പറയാതെ പോകാൻ പറ്റില്ല. അപ്പൊ കുട എനിക്ക് ഉള്ളൊരു ശീലം എന്താ വെച്ചാല്, ഞങ്ങൾ ഈ പോകുന്ന വഴിക്കില് നല്ല വയലാണ്, വയല് കഴിഞ്ഞ് വലിയ തോടുണ്ട്. ഈ തോട് വയലിലൊക്കെ വെള്ളം ഉണ്ടായിരിക്കുമല്ലോ, തോട്ടിൽ പിന്നെ നല്ല വെള്ളമായിരിക്കും. അപ്പൊ ഇതൊക്കെ കടന്നിട്ട് വേണം. അപ്പൊ ഇപ്പോഴേക്ക് നല്ല ഒഴിഞ്ഞ, നമുക്ക് സാധാരണ ഒരു റോഡോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അധികം മഴ കൊള്ളില്ലല്ലോ. ഇത് വിശാലമായിട്ട് കിടക്കുന്ന വയലാണ്. അപ്പൊ എന്താ വെച്ചാൽ വയലിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പൊ ഈ കുട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആകെ ചീത്തലൊക്കെ അടിച്ച് നനയും, അത് വേറെ കാര്യം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ കുട കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇത്രയും ദൂരം നനയേണ്ടി വരും, എപ്പോഴാ മഴ പെയ്യാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ എന്നാലും എനിക്ക് പൊതുവെ കുട കൊണ്ടുപോകുന്നത് ഭയങ്കര മടിയാണ്. എനിക്ക് എപ്പോഴും ചില വളരെ കുറഞ്ഞ സംഗതികൾ നമ്മുടെ കയ്യിലുണ്ടാവാൻ പാടുള്ളൂ. ഏത് യാത്രയ്ക്ക് കിട്ടും, ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് വെച്ചാല് ഈ കുട കൊണ്ടുപോകാതെ പോകും. പിന്നെ പെട്ടെന്നൊക്കെ ആയിരിക്കും പിന്നെ പാടത്തിന്റെ നടുവിലൊക്കെ എത്തുമ്പോൾ മഴ വരുന്നു, ആ മഴ കൊണ്ടുപോകല് അങ്ങനെ രസമായിരുന്നു ഒന്ന്. അപ്പോ കുട പിന്നെ അതേമാതിരി പണ്ട് ഇങ്ങനെ ഒരു പതിവ് ഞാൻ കാണിച്ചിരുന്നു. കുടയ്ക്കുള്ള ചെറിയൊരു തകരാറ് ഞാൻ കൊണ്ടുപോയാലും ഒന്നും നമ്മൾ മറന്നു വെക്കും പല സ്ഥലത്ത് എവിടെയെങ്കിലും. അപ്പോ കടയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ മറന്നു വെക്കില്ല, അത് അങ്ങനെ ഒരു പതിവും ഉണ്ട് കുടയ്ക്ക്. നല്ല കുടയൊക്കെ വാങ്ങും, പക്ഷെ അത് മറന്നു വെക്കും. അപ്പൊ ഇത് കുടയ്ക്ക് പിന്നെ വെച്ചാൽ ഇപ്പൊ തോടുണ്ട്. ഇപ്പൊ തോട് നേരെ നമ്മളിപ്പോ ഈ പോകുന്ന പാടത്തിന്റെ ആ ഒരു അതിന് നമ്മൾ പറയില്ലേ, അതിന്റെ ആ ഒരു അതേ ലെവലിൽ തന്നെ സൈഡിലായിട്ട് തോട് ഇങ്ങനെ പോയി. അപ്പൊ അന്നത്തെ ഒരു പതിവ് എന്താ വെച്ചാല്, ഈ മേൽഭാഗത്ത് അത് കുറഞ്ഞൊരു താഴേക്കാണല്ലോ ഒഴുകി പോകുന്നത്, അപ്പോൾ മേൽഭാഗത്ത് കൊണ്ടുപോയിട്ട് കുട ഇടുക. അത് സ്ഥിരമായിട്ട് കുട്ടികളെ ഒരു പതിവ് അതായിരുന്നു. ഈ മോൾ ഭാഗത്ത് കൊണ്ടുപോയി കുട ഇടും, ഈ തോട്ടിക്ക് അടുത്ത് ഒഴുകുന്ന തോട്ടിക്ക്. അപ്പോ അങ്ങനെ താഴ്ന്നു പോവില്ല, ചില സമയത്ത് താഴ്ന്നു പോകലുണ്ട്, ചിലത് അങ്ങനെ പൊന്തിയിട്ട് തന്നെ അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഒഴുക്കിനനുസരിച്ച് വരും. ഇതൊരു താഴെ വന്നിട്ട് താഴെ ഒരു ഇതൊക്കെ ഉണ്ട്, ചിറ പോലെ കെട്ടിയിട്ടുണ്ട്, അവിടെ വന്നിട്ട് അത് ഇഴുക്കാം, അങ്ങനെ പതിവുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ കുടകൾ അങ്ങനെ എനിക്ക് പോയിട്ടുണ്ട്. അത് ചിലത് താഴ്ന്ന് അങ്ങനെ പോകും, അല്ല ചിലത് ഈ ഒഴുക്കില് ചിറ ഉണ്ടെങ്കിലും നടുവിൽ ഒരു ഇതുണ്ട്, അപ്പൊ ഒഴുകാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ അതിലൂടെ നേരെ ഒഴുകി പോകും, പിന്നെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കുറെ ഈ കൊടേന്റെ കാര്യത്തിൽ അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട വാങ്ങല്, പിന്നെ അവസാനം വീട്ടിൽ നിന്ന് അഞ്ഞ് അവരെ ചീത്ത അറിയുമല്ലോ. അപ്പൊ നമ്മൾ അത് അങ്ങനെ ഉണ്ട്. അപ്പൊ കുട കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമുക്ക് ബാഗുകളുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ ബാഗ് വാങ്ങുകയെന്ന് പറയുമ്പോൾ അന്നും അതെ, നമുക്ക് ഒരു അത്യാവശ്യം തരക്കടില്ലാത്ത രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാഗുകളുണ്ട്. ഇപ്പോഴത്തെ പോലത്തെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ളതല്ല, എങ്കിലും തരക്കടില്ലാത്ത രീതിയിലെ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഏകദേശം ആ കാലത്തും വന്നിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഒരു ഇങ്ങനെ വലിച്ചു നീട്ടി എടുക്കുന്ന തരത്തിലുള്ള നമ്മൾ കിറ്റ് എന്ന് പറയും, അതൊക്കെ അന്ന് പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കിറ്റിനാണ് പണ്ട് ഉണ്ടായിരുന്നത്. അത് പല ബ്രാൻഡുകളിൽ വരുന്നുണ്ട് കിറ്റ്. ഈ കിറ്റിലാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം. പിന്നെ സാധാരണ ഇങ്ങനെ കൂട്ടിയിട്ട് പിന്നെ നേരെ തോളിലിടുകയാണല്ലോ ചെയ്യുന്നത്, അതിന്റെ വള്ളി പോലെ ഇതുണ്ടാവും. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വികസിപ്പിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രസമായിരുന്നു അത്. അതും കുറച്ച് ഒരുപാട് കാലം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെയധികം പോപ്പുലർ ആയിരുന്നു ആ ഒരു കിറ്റ്. അതിന്റെ മുൻപാണ്, അതായത് ഞാൻ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ കാലത്ത് ഈ കിറ്റിന് മുമ്പുണ്ട് പെട്ടിയുണ്ട്. പെട്ടി പലതരത്തിലുണ്ട്, ഇരുമ്പ് പെട്ടികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഫേമസ് ആയിരുന്ന അലുമിനിയം പെട്ടിയാണ്, അത് അത്യാവശ്യം വില ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതിലാവുമ്പോഴും ഓക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങളെല്ലാം ഇതെല്ലാം ഇട്ടിട്ട്. പക്ഷെ എന്താ വെച്ചാൽ കുഴപ്പമാണ്, നമുക്ക് ആ ഒരു പെട്ടി തൂക്കി ഇങ്ങനെ പോകണം, അതാണുള്ളൊരു കുഴപ്പം. കിറ്റ് ആകുമ്പോൾ നേരെ പുറത്തിട്ടാൽ മതി, നമ്മൾ പിടിക്കൊന്നും വേണ്ട. പിന്നെ കിറ്റ് വന്നു, പിന്നെ അതിന്റെ ശേഷം പിന്നെ പലതരത്തിലുള്ള ബാഗുകളൊക്കെ വന്നു, പല ഡിസൈനിലായിട്ടുള്ള. അപ്പൊ പലതരത്തിലുള്ള ഉണ്ടല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ബാഗുകൾ കാര്യങ്ങൾ, ബാഗിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ അതും ആദ്യം വാങ്ങി വെക്കും. പലതരത്തിലുള്ള ബാഗുകളിലും ഓരോരുത്തരും നമുക്ക് വേണ്ട
ഇതിനനുസരിച്ച് വിലക്കനുസരിച്ച് ആ ബാഗ് വാങ്ങി വയ്ക്കുന്നു. പിന്നെ ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഈ പേന പെൻസിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ജോമെട്രി എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ, പണ്ട് ക്യാമൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള പലതരത്തിലുള്ള നടരാജിന്റെ ഒക്കെ പെൻസിൽ ഒക്കെ ഇല്ലേ. അപ്പൊ ആ നടരാജിന്റെ ബോക്സ് അതിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിക്ക് അനുസരിച്ച് അതിൽ മറ്റു ഇതൊക്കെ വരുമല്ലോ, കോമ്പസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സ്കെയിലുകൾ പലതരത്തിലുണ്ട്. സ്കെയിലും അങ്ങനെ തന്നെയാണ് വലിയൊരു ഓർമ്മയുള്ള സംഗതി. സ്കെയില് വിട്ടിട്ടുള്ള കളിയില്ലല്ലോ, കാരണം സ്കെയില് ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു അന്ന്, ഈ പേനേന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ബോക്സ് അതേപോലെ തന്നെ ജോമെട്രി വാങ്ങിക്കലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതും ഇപ്പോ അത്രയും കാര്യങ്ങളായി. അപ്പൊ ആ ബോക്സ് ഏറെക്കുറെ എല്ലാ സംഗതിയായി. പിന്നെ ഇപ്പൊ നമ്മള് കൊണ്ടുപോകുന്ന കിറ്റിന്റെ കാര്യം എല്ലാം പറഞ്ഞു, ബാഗും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആ കാലത്ത് പിന്നുള്ളത് വളരെ പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്ന മറ്റൊരു സംഗതിയാണ് ഡ്രസ്സുകൾ. എന്തായാലും പുത്തൻ ഉടുപ്പ്, പുത്തൻ ഷർട്ട്, ട്രൗസറാണ്. അപ്പോൾ അത് ആണല്ലോ പിന്നെ മസ്റ്റാണ്. അതെന്തായാലും പുതിയത് വേണം. എന്തൊക്കെ ഇല്ലെങ്കിലും ഇത് പുതിയത് വേണം. അപ്പോൾ പിന്നെ അതായി. അപ്പൊ അതിന്റെ മുമ്പേ നമുക്ക് പിന്നെ സ്കൂളിൽ അന്നുണ്ട് യൂണിഫോം സമ്പ്രദായങ്ങളുണ്ട്. യൂണിഫോം ഇടുന്ന ചില ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ യൂണിഫോം വേണം. അല്ലാത്ത സമയത്ത് നമുക്ക് സാധാരണ ഇഷ്ടമുള്ള കളർ ഡ്രസ്സുകളൊക്കെ. ഞാൻ പിന്നെ അന്ന് കൂടുതലും, ഇപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബനിയനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ അത്രയധികം ബനിയൻ ഈ സ്കൂളിലൊക്കെ നമ്മൾ ശനി ഞായറൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇടുന്നല്ലാതെ സാധാരണ അല്ലാതെ സ്കൂളിലേക്കൊന്നും ഇടില്ല. സ്കൂളിലേക്കൊന്നുള്ള സാധാരണ ഷർട്ട് പിന്നെ ട്രൗസർ. അന്നത്തെ ട്രൗസറാണ് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക്. പഴയ ഏതോ ഒരു ഫോട്ടോയിലൊക്കെ ഉണ്ട്, പിന്നെ ഏതോ ഒരു കല്യാണ ഫോട്ടോയിലുണ്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഞാൻ ഇവിടെ എവിടെ തെരഞ്ഞിട്ടും അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് കാണായിരുന്നത് ആ ഫോട്ടോ. ഞാൻ ഇനി നോക്കണ്ടേ ഞാൻ. അപ്പം ആ ട്രൗസർ ഇട്ട് നിൽക്കുന്ന, പിന്നെ ട്രൗസറിന്റെ കാര്യം, ട്രൗസർ ഇട്ടിട്ടാണ് അന്നത്തെ. ഞാൻ കൂടുതലും ട്രൗസർ കുറെ എനിക്ക് LP സ്കൂൾ കഴിഞ്ഞിട്ടും ഞാൻ ട്രൗസർ ഇട്ടിട്ടുണ്ട്. 6-ാമത്തെ ക്ലാസ്സിലൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. പിന്നെയാണ് പാൻറ് ഇടൽ തുടങ്ങിയത്. അതിന്റെ ഇടയിൽ ഞാൻ മുണ്ട് കൊടുത്തു പോയിരുന്നു. അപ്പൊ ഈ ട്രൗസറാണ് കൂടുതൽ, പിന്നെ മുണ്ട് കൊടുക്കും, പാൻറ് വന്നു. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ട്രൗസർ ആണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് മുണ്ടൊക്കെ കൊടുത്ത് നേരെ ഇവിടുന്നാണ്ട് പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വഴിയിൽ നിന്ന് എവിടുന്നെങ്കിലും ഈ മുണ്ട് എടുത്തിട്ട് പിന്നെ ഊരി കിറ്റിൽ അവിടെ ഇടുന്നു, ഇനി ട്രൗസർ ഇട്ടിട്ട് തന്നെ പോയാൽ വീട്ടിൽ നമ്മൾ മുണ്ടെടുത്ത് പോയി നോയി. പിന്നെ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആ എവിടുന്നാണോ ആ ഒരു കുറച്ച് മുമ്പ് വീട് എത്തുന്നതിന് മുമ്പ് വീണ്ടും മുണ്ടെടുത്ത് പോരുന്ന രീതികൾ, അങ്ങനെ പല തരത്തിലുള്ള ഇതുണ്ടായിരുന്നു അന്ന്. നമ്മള് പുതിയ ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ യൂണിഫോം ആണ്, അങ്ങനെ പോയി. പിന്നെ ഒക്കെ വെച്ചാൽ അങ്ങനെയാണ്, റെഡിമെയ്ഡ് അല്ല. അന്ന് തുണി വാങ്ങി അടിക്കലാണല്ലോ, അപ്പോൾ തയ്പ്പിക്കലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള അളവിനനുസരിച്ച് തയ്ച്ച് നമ്മുടെ നാട്ടിൽ തന്നെ അന്നേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആ ടെക്സ്റ്റൈൽസ്. വളരെ പേരില്ല, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ടെക്സ്റ്റൈൽസിന്റെ. അപ്പോൾ അവിടുന്നാണ് അന്നത്തെ ഈ ഡ്രസ്സ് വാങ്ങല് അന്ന് ആ കാലത്ത്. അപ്പൊ നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്, വളരെ ഫേമസ് ആയ കടയാണ് നാട്ടിലെ. അപ്പോൾ അവിടുന്ന് നമ്മൾ തുണിയൊക്കെ വാങ്ങുന്നു. അതിനനുസരിച്ച് ആ ഒരു കാലാവുമ്പോഴേക്ക് നല്ല പലതരത്തിലുള്ള തുണികൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ തുണി, അതിനുള്ള ട്രൗസർ. ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് ട്രൗസർ, ഒരു ഷർട്ട്. അന്ന് ഷർട്ട് കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ ഈ ഫുൾ കൈ അല്ല, അന്നും എനിക്ക് ഹാഫ് കൈ ആണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, പിന്നെയാണ് ഫുൾ കൈ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തുണികളെ കാര്യം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാ സംഗതികളും പുതിയത് വേണമെന്നുള്ള അവസ്ഥയാണ്. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ചെരുപ്പ് അന്നത്തെ കാലത്ത്, അന്ന് കൂടുതലും ഞാൻ ഈ ഹവായി ചെരുപ്പുകൾ അന്ന് ഉപയോഗിച്ചിരുന്നു എനിക്ക് കൂടുതൽ. പക്ഷെ സ്കൂളിലേക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും അത് വേനൽക്കാലത്ത്. പക്ഷെ ഈ ജൂണിലാകുമ്പോൾ മഴയാണ്, അപ്പം തന്നെ ചളി തെറിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അന്നത്തെ കാലത്തിന് അനുസരിച്ചുള്ള പ്ലാസ്റ്റിക്കിന്റെ വള്ളിച്ചെരുപ്പുകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ളത്. അങ്ങനെയുള്ള വള്ളിച്ചെരുപ്പുകൾ, പിന്നെ അല്ലാതെയുള്ള പ്ലാസ്റ്റിക്കിന്റെ പല ചെരുപ്പുകൾ ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അത് ബ്രാൻഡ് എന്നുള്ളതൊന്നല്ല, ഏതെങ്കിലും ബ്രാൻഡൊക്കെ എനിക്ക് അന്ന് ഉപയോഗിക്കാം. അപ്പോ പലതരത്തിലുള്ള ചെരുപ്പുകൾ ഇപ്പൊ ഇന്ന് ഓർമ്മ ഉണ്ട്. അപ്പോൾ ആ ചെരുപ്പുകൾ അങ്ങനെ എന്തെങ്കിലും, ചെരുപ്പിന് പിന്നെ എന്തെങ്കിലും തകരാറ് എന്ന് വെച്ചാൽ, ചെരുപ്പ് ചളി തെറിക്കുന്നതാണെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രൗസറിന്റെ ബാക്ക് അല്ലെങ്കിൽ ഷർട്ടിന്റെ ബാക്ക് നിറയെ ഈ ചളി ഇല്ലായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പൊ അതൊന്ന് ഏറെക്കുറെ നമ്മളിപ്പോ ഇതിന്റെ ഒരു ഓർമ്മയിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെട്ടു. അതായത് നമ്മൾ വാങ്ങുന്നത് എന്തൊക്കെയാന്നുള്ള രൂപത്തിൽ, അതായത് ചെരുപ്പും കോടയും ട്രൗസറും, അതായത് ബാഗും മറ്റ് ഇതെല്ലായി. പിന്നെ ഇപ്പൊ സ്കൂളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ അതല്ല നമ്മളിപ്പോ ഇന്ന് നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ മുൻപത്തെ ഈ ഒരു തയ്യാറെടുപ്പുകൾ. പിന്നെ ഇപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുമ്പുള്ള, പിന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ച് ആ പുതിയതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ 2 മാസം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കുറച്ച്, അല്ലെങ്കിൽ ഒരു മടിയാണല്ലോ നമുക്ക്. എന്താണെങ്കിലും ഈ 2 മാസം നമ്മളിപ്പോ ഒരു 2-3 ദിവസം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മടി പിടിക്കുമല്ലോ. അപ്പൊ ഇത് ഈ 2 മാസം കഴിഞ്ഞ് കളിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ
സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള മടികളൊക്കെ നമുക്ക് മാറി കിട്ടുന്നത് ഈ ഒരു എല്ലാം പുതിയതാവുമ്പോൾ പിന്നെ ഈ പുതിയത് ഇട്ട് പോകണല്ലോ, പുതിയത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞൊരു ആ ഒരു മടി മാറി കിട്ടാൻ ഈ ഒരു പുതിയ ഡ്രസ്സ് ഇടലും പുതിയത് അപ്പൊ എല്ലാം കൊണ്ടുപോകണല്ലോ. അപ്പൊ പിന്നെ രാവിലെ തന്നെ കുളിച്ച് നേരത്തെ എണീറ്റ് കുളിച്ച് പിറ്റേ ആ ഒരു കൂടുതലും ജൂൺ 1-ാം തീയതി തന്നെ ആയിരുന്നു അന്നൊക്കെ തുറന്നിരുന്നത്. അപ്പൊ ആ ഒരു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ദിവസത്തിന്റെ മാറ്റം ഈ ലീവ് ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ അപ്പോഴേക്കൊക്കെ റെഡി ആയിട്ട് പിന്നെ പോക്കായി. അപ്പൊ അത് ആ ഒരു ഓർമ്മ നമ്മളിപ്പോ ഓരോ കാലം വരുമ്പോഴും നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികൾക്ക് അപ്പം ആ സമയത്ത് നമ്മളത് അങ്ങനെ അങ്ങ് ചെയ്തു പോവാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഏത് ഒരാളോട് ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതായത് ഒരു ഭയങ്കര നല്ല മധുരമായിട്ടുള്ള ഒരു ഓർമ്മ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുക സ്കൂൾ കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ ചെറിയ ക്ലാസ്സുകൾ ഒക്കെ. അപ്പോൾ ആ ഒരു തിരിച്ചു കിട്ടാത്തൊരു കാലം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇന്ന് പങ്കിട്ടു. ഇനിയിപ്പോൾ അധിക ദിവസം ഇല്ലല്ലോ സ്കൂൾ തുറക്കാൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ കാണാം.